നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. നമ്മളെല്ലാം കുട്ടിക്കാലം കഴിഞ്ഞ് വന്നിട്ടുള്ളവരാണ്, ശരിയല്ലേ? അതിൻ്റെതായിട്ടുള്ള പല മാനസിക ബുദ്ധിമുട്ടുകളും നമുക്ക് അറിയാമെങ്കിലും എല്ലാം ഒന്നും നമ്മൾ കണ്ടതായി പോലും നടിക്കുന്നില്ല. ചില സമയം നമ്മുടെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ അതൊന്നും ഓർക്കുക പോലുമില്ല, ശരിയല്ലേ? എന്നാൽ പലതരത്തിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കുട്ടികളെ പല വിധത്തിലും മാനസികമായും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പല വാക്കുകളും പ്രവൃത്തികളും കുട്ടിയുടെ മനസ്സിനെയും ആത്മാവിനെയും ഒരേപോലെ തന്നെ സ്വാധീനിക്കാറുണ്ട്. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണോ? കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് അവരുടെ മുഴുവൻ ഭാവിയും രൂപപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയാണോ നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത്, അത്തരത്തിലുള്ളൊരു വളർച്ചയായിരിക്കും ആ കുട്ടി കാഴ്ചവെക്കുക. എന്തിലും ചില തെറ്റുകൾ നമ്മൾ കുട്ടികളോട് കാണിക്കാറുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മൾ അവരെ തരം താഴ്ത്തി സംസാരിക്കുക എന്നുള്ളതാണ്. 1-2 വയസ്സുള്ള കുട്ടിയെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ ഒരു കുഞ്ഞു മാത്രമായി കണക്കാക്കും. അവരെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താണ്? അവർ നമ്മളെ മനസ്സിലാക്കും എന്നു കരുതി നമ്മൾ അവരോട് കുസൃതിയോടുകൂടി സംസാരിക്കുന്നു. എന്നാൽ കുട്ടിയുടെ ആത്മാവ് അവരുടെ ചെറിയ ശരീരത്തെക്കാൾ വളരെ പഴയതാണെന്നും ബുദ്ധിമാനാണെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ ഒരു പ്രായത്തിൽ ചെയ്യുന്നത് എന്തോ അതായിരിക്കും കുട്ടിയുടെ മനസ്സിൽ തട്ടുക. ഒരു പഴയ DVD പ്ലെയറിൽ നിന്ന് ഒരു CD പുറത്തെടുത്ത് പുതിയതിലേക്ക് ഇടുന്നതായി സങ്കല്പിക്കുക. പുതിയ പ്ലെയർ പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലെങ്കിലും എന്നാൽ CD-യെ തന്നെ പൂർണ്ണമായും വിവരങ്ങൾ നിറഞ്ഞതുമാണ്. അതുപോലെ കുട്ടിയുടെ ശരീരവും മസ്തിഷ്കവും എപ്പോഴും വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവരുടെ ആത്മാവ് പക്വതയുള്ളതും മുൻകാല ജീവിതങ്ങളിൽ നിന്നുമുള്ള എല്ലാ അനുഭവങ്ങളും അറിഞ്ഞിട്ടുള്ളതുമാണ്. പക്വതയുള്ള ആത്മാക്കളായിട്ടാണ് ഓരോ കുട്ടികളും വളർന്നു വരുന്നത്. അപ്പോൾ കുട്ടികളുമായി ആശയവിനിമയം നടത്തേണ്ടത് നമ്മൾ മുതിർന്നവരോട് എന്നതുപോലെയല്ല. കുട്ടികളുടെ പ്രായം എന്താണോ ആ പ്രായത്തിൽ എന്നുള്ളതുപോലെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കുവാനായിട്ട്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റ്, പലപ്പോഴും നമ്മൾ കുട്ടികളോട് ഒരു അനാദരവ് കാണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളും ആ ഒരു പ്രായത്തിൽ ബഹുമാനം അർഹിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ തലച്ചോറും ശരീരവും എപ്പോഴും വളരുന്നുണ്ടെങ്കിലും അവരുടെ പൂർണ്ണതയ്ക്ക് വളരുവാൻ വേണ്ടി കഴിയേണ്ടുന്ന ഒരു പ്രായം എത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയായവരോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ അവരോട് തറപ്പിച്ച് സംസാരിക്കരുത്. പകരം അവരെയും ബഹുമാനത്തോടെയും അന്തസ്സോടുകൂടിയും കാണുവാനായി സംസാരിക്കണം. ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണം ഇത് നന്നായി വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ 10 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ അവരുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുമ്പോൾ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി. എന്നാൽ കുട്ടിയോട് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതുമില്ല. ആദ്യമായാണ് ആ കുട്ടിയെ അവർ അമ്മൂമ്മയെ ഏൽപ്പിച്ചു പോകുന്നത്. മാതാപിതാക്കൾ തിരിച്ചു വരുന്നത് വരെ ആ കുട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. മടങ്ങി വന്നതിന് ശേഷമാണ് ആ കുട്ടിയുടെ കരച്ചിൽ നിർത്തിയത്. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? കുട്ടിക്കും മാനസികാവസ്ഥയുണ്ട്, കുട്ടിക്കും വിഷമവും വൈകാരികപരമായുള്ള കാര്യങ്ങളും ഉണ്ട് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അടുത്ത തവണ ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം പോയി. ഞങ്ങൾ വൈകിട്ട് തിരിച്ച് എത്തും, അതുവരെ കരയരുത് എന്ന് 10 മാസം പ്രായമുള്ള കുട്ടിയോട് അവർ പറഞ്ഞതിന് ശേഷം പോയി. അന്നേരം കുട്ടി ശാന്തനായി ഇരിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്കും കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒരു പരിധിവരെ സാധിക്കും എന്ന് തന്നെയാണ്. അവർക്ക് പൂർണ്ണമായി ഒന്നും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ ആന്തരികമായ മനസ്സ് എല്ലാം കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബഹുമാനപൂർവ്വമല്ലാതെ കുട്ടികളോട് സംസാരിക്കരുത്. മൂന്നാമതായി ഉള്ള തെറ്റ്, കുട്ടികളെ പലപ്പോഴും നമ്മൾ ശാസിക്കുകയും ശാരീരികപരമായി തല്ലുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല നമ്മൾ ശാസിക്കുന്നത്, എങ്കിൽ പോലും ആ ശാസന ചിലപ്പോഴെല്ലാം വഴക്കിലും അടിയിലും എത്താറുണ്ട്. എന്നാൽ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളുടെ നേരെ കൈ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവുന്ന വികാരം എന്തായിരിക്കും? നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആരെങ്കിലും നിങ്ങളുടെ നേരെ കൈ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ മനസ്സിലൂടെ കടന്നുപോയേക്കാം. അതിനു പുറമെ ശാരീരിക വേദന കൂടി ഉണ്ടെങ്കിലോ? ആ കാണിക്കുന്നത് അനാദരവിന്റെയും വേദനയുടെയും ഒരു വികാരമായി മാറും, ശരിയല്ലേ? കുട്ടികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു കുട്ടിയെ തല്ലുമ്പോൾ അവരുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാഭിമാനത്തിനെയും ശരീരത്തിനെയും നിങ്ങൾ തകർക്കുന്നത് പോലെയാകുന്നു. അവരും അവരുടെ ജീവിതത്തിൽ ബഹുമാനിക്കപ്പെടുകയും മാന്യമായി പെരുമാറപ്പെടുകയും എല്ലാം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവമാണ് കുട്ടികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. കുട്ടികൾ അവർ ചെറുപ്പമാണെങ്കിൽ പോലും നാം അവരെ ശാസിക്കുമ്പോഴോ തല്ലുമ്പോഴോ അവർക്ക്
ആഴമായ വേദന അനുഭവപ്പെടുക തന്നെ ചെയ്യുന്നു. ഇത് സുഖപ്പെടുത്താൻ പ്രയാസമുള്ള വൈകാരിക മുറിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്യും. ഒരു കുട്ടിയുടെ മേൽ കൈ ഉയർത്തുന്നത് അവരെ ശാരീരികമായി മാത്രമല്ല, വൈകാരികപരമായും മാനസികപരമായും എല്ലാം എല്ലാ കാലത്തും അവർക്ക് ഇത് നീണ്ടു നിൽക്കത്തക്ക വിധത്തിലുള്ള ഭാരമായിരിക്കും കൊടുക്കുക. ഇനി നാലാമതായി നിങ്ങൾ ചെയ്യുന്ന തെറ്റ്, കുട്ടികളുടെ നെഗറ്റീവ് വശങ്ങൾ കുട്ടികളെ തന്നെ ശക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കുട്ടി നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ കുട്ടിയോട് അത് തുറന്നു പറയരുത്. കാരണം മാതാപിതാക്കൾ പറയുന്നതെന്തും ഒരു കുട്ടി വിശ്വസിക്കുന്നു. അവർ നല്ലവരല്ലെന്നും ഒന്നും ശരിയായി ചെയ്യാൻ അവർക്ക് കഴിവില്ലെന്നും നമ്മൾ അവരോട് പറയുമ്പോൾ അത് അവർ വിശ്വസിക്കാനായി തുടങ്ങും. ഇത് അവരുടെ സ്വയം പ്രതിച്ഛായയെയും ഭാവിയെയും രൂപപ്പെടുത്തുകയും ചെയ്യും. മറുവശത്ത് അവർ അത്ഭുതകരവും ബുദ്ധിമാനും കഴിവുള്ളവരുമാണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ അത് അവരുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും വളർത്തുകയും ചെയ്യുന്നു. ഇതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു കുട്ടി ആന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ ചങ്ങലക്കിടുന്നു. അവർക്ക് ആ ആനയ്ക്കുള്ള വിചാരം എന്തായിരിക്കും? ആ ചങ്ങല ബന്ധിച്ച് പുറത്ത് കിടക്കുവാൻ ആനയ്ക്ക് കഴിയില്ല എന്നുള്ളതായിരിക്കും ആ ആനയുടെ ഉപബോധ മനസ്സിൽ ആന സ്വയം പഠിപ്പിക്കുന്നത്. എന്നാൽ വലുതാവുമ്പോഴും ഇതേ ചങ്ങലയെ ആ ആന പേടിക്കുന്നു. അതിനെ ബന്ധിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ ആ നേരത്തും ഉണ്ടാവുന്നു. ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും. കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ജീവിതകാലം മുഴുവനും അത് അവർ വിശ്വസിക്കും. അതിൽ നിന്ന് പുറത്തു കടക്കുകയുമില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുവാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ക്രിയാത്മകമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് നൽകണം. നെഗറ്റീവായുള്ള അവരുടെ വശങ്ങൾ അവരോട് തുറന്നു പറയാതെയോ അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ ശകാരിക്കാതെയോ ഇരിക്കാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അഞ്ചാമതായി നമ്മൾ ചെയ്യുന്ന തെറ്റ്, ഇമോഷണൽ ആയുള്ള മുറിവുകളെ അവഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുൻപ് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് മാറാൻ നമ്മൾ ഒരിക്കലും സമയം വൈകിപ്പിക്കരുത്. ഇതുവരെ നമുക്ക് തെറ്റുകളെല്ലാം പറ്റിയിട്ടുണ്ടാവാം. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. പറ്റിയ തെറ്റുകൾ കുട്ടിയോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും പോസിറ്റീവായി ഇരിക്കാൻ പലരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ശ്രമിച്ചു നോക്കൂ. ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചതെല്ലാം നമുക്ക് തിരുത്തുവാനായി സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് പോസിറ്റീവായി സംസാരിക്കാനും നമ്മുടെ കുട്ടികളെ ശക്തീകരിക്കാനും തുടങ്ങാം. അവർ എത്ര നല്ലവരാണെന്ന് അവരോട് പറയുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആത്മാഭിമാനം വളർത്തിയെടുക്കുക. മുൻപ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സമീപനം മാറ്റുക. നല്ല വാക്കുകളും ചിന്തകളും ഉപയോഗിക്കുക. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കുട്ടിക്ക് അനുഗ്രഹമായി മാറണം, മറിച്ച് ശാപമായിട്ടല്ല മാറേണ്ടത്. നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്താലും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ആ തെറ്റുകൾ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ആറാമതായി എല്ലാവരും ചെയ്യുന്നൊരു തെറ്റ്, കുട്ടികളെ പരസ്യമായി അപമാനിക്കുക എന്നുള്ളതാണ്. ചിലർക്കെങ്കിലും 4 ആളുകൾ കൂടി നിൽക്കെ തങ്ങളുടെ കുട്ടിയെ തങ്ങൾ ശകാരിക്കുന്നതും അവരെ തല്ലുന്നതും എല്ലാം ഒരു അഭിമാനത്തോടുകൂടി എടുക്കുന്ന രക്ഷിതാക്കൾ ധാരാളമുണ്ട്. എത്രയോ പേരെ എനിക്കങ്ങനെ അറിയാം. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തങ്ങളുടെ കുട്ടിയെ ശകാരിക്കുകയോ തല്ലുകയോ ചെയ്യരുത്. അത് കുടുംബത്തിനുള്ളിലായാൽ പോലും കുടുംബക്കാരുടെ ഇടയ്ക്കാണെങ്കിൽ പോലും തങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ശിക്ഷിക്കരുത്. അത് അവരുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തിനെയും ആഴത്തിൽ മുറിവേൽപ്പിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും നിങ്ങളെ പരസ്യമായി ശാസിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും എന്നൊന്ന് ഒരു നിമിഷം സങ്കല്പിച്ചു നോക്കൂ. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയെ അവരുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മുന്നിൽ വെച്ച് ശകാരിച്ചാൽ അത് അവർക്ക് അങ്ങേയറ്റം ലജ്ജാകരവും അവരുടെ ആത്മാഭിമാനത്തിന് ഹാനികരവുമാണ്. അങ്ങനെയുള്ള കുട്ടി ഒരു സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടിയായി മാറുന്നു എന്നുള്ളതാണ്. പബ്ലിക്കിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ഈ ഒരു അപഹർഷതാബോധം മൂലം സ്വയം ആ കുട്ടിയെ ഒന്നിനും കഴിവില്ലാത്തൊരു കുട്ടിയാണെന്ന് സ്വയം മനസ്സിനെ വിശേഷിപ്പിക്കും. അത്തരം കാര്യങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത്? അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഇതിനെല്ലാം പകരമായി സ്വകാര്യമായി കുട്ടികളെ അവരുടെ അന്തസ്സ് നിലനിർത്താൻ എല്ലായ്പ്പോഴും ശരിയാക്കുകയും നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു പരിഹാരമുള്ളത്. ഏഴാമതായി ഉള്ള തെറ്റ്, കുട്ടിയുടെ മുൻകാല അനുഭവങ്ങളെ കുറച്ചു കാണുന്നു എന്നുള്ളതാണ്. കുട്ടികളാവുമ്പോൾ പലതരത്തിലുള്ള തെറ്റുകളും സംഭവിക്കുക തന്നെ ചെയ്യും. അതെല്ലാം തിരുത്തുക തന്നെ വേണം. എങ്കിലും കുട്ടിക്ക് മുൻകാലത്ത് വല്ല പോരായ്മകളോ അല്ലെങ്കിൽ ദുരനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സദസ്സിൽ വെച്ച് ചൂണ്ടിക്കാണിക്കുക, അത് പിന്നീട് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക തന്നെ വേണം. അല്ല എങ്കിൽ പിന്നീട് കുട്ടിക്ക് തോന്നുന്നത് തങ്ങളുടെ മാതാപിതാക്കളോട്
കുട്ടികളോടൊപ്പം പോവുകയാണെങ്കിൽ പോലും ആ കുട്ടി പ്രതീക്ഷിക്കുന്നത് ഏത് നിമിഷവും അവർ ഈ തെറ്റുകൾ പിന്നെയും ചൂണ്ടിക്കാണിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് ചെറുപ്പകാലം തൊട്ട് നമ്മൾ തുടങ്ങേണ്ടുന്ന ഒരു പ്രാക്ടീസാണ്. ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ പ്രാക്ടീസ് തുടങ്ങേണ്ടതുണ്ട്. പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു കുട്ടി 2 വയസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 20 വയസ്സായാലും അതിനെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ട് നീ അങ്ങനെ ചെയ്തില്ലേ, പണ്ട് നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പണ്ട് നീ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് നീ അങ്ങനെ ചെയ്തപ്പോൾ നിനക്ക് ഈ ശിക്ഷ കിട്ടിയത് ഓർമ്മയില്ലേ എന്ന് ആഞ്ഞടിക്കുന്ന രക്ഷിതാക്കളാണ് ഭൂരിഭാഗം പേരും. ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നത് ആ ഒരു നിമിഷത്തിൽ മാത്രമാണ്. പക്ഷെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് 1000 നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. 1000 നിമിഷങ്ങളിൽ ആ കുട്ടി ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പല രക്ഷിതാക്കളും ആലോചിക്കുന്നില്ല. അത് മാത്രമല്ല, ഇത് നെഗറ്റീവായ ഒരു വശം കൂടിയുണ്ട്. കുട്ടിയുടെ വിചാരം പലതവണ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ, ഓ ഞാൻ ഈ തെറ്റ് ചെയ്തു, ഇനിയും ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ചിന്ത മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ വീണ്ടും 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 ആ കുട്ടി ആ തെറ്റിലേക്കാണ് പോകുക. ശരിയിലേക്ക് ആ കുട്ടിക്ക് പുറത്തു കടക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ആവർത്തിക്കാതിരിക്കുക. കഴിഞ്ഞ കാല സംഭവങ്ങളെ കുട്ടികളുടെ മുന്നിലേക്ക് വലിച്ചിടാതിരിക്കുക. കഴിഞ്ഞതിനെ നമുക്ക് തിരുത്തുവാനായി ഒന്നും ചെയ്യാനില്ല, എന്നാൽ ഇനിയുള്ളത് മാറ്റങ്ങൾ ഒരുപാട് വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഇത്രയും തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ ഒരു കുട്ടിയുടെ ഭാവി വളരെയധികം മനോഹരമായി രൂപപ്പെടുത്തിയെടുക്കുവാനായി സാധിക്കും. കുട്ടികളെ ശിക്ഷിക്കുക എന്നതിനർത്ഥം അവരെ ശകാരിക്കുകയോ തല്ലുകയോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. സ്നേഹത്തോടും ബഹുമാനത്തോടും വിവേകത്തോടും കൂടി അവരെ നയിക്കുക എന്നുള്ളതാണ് ഇതിനർത്ഥം വരുന്നത്. ഓർക്കുക, നമ്മൾ ഇടപെടുന്നത് ഒരു വ്യക്തിയോടും അവരുടെ ശരീരത്തോടും തലച്ചോറിനോടും മാത്രമല്ല, എല്ലാം മനസ്സിലാക്കുന്ന ഒരു പക്വതയുള്ള ആത്മാവിനോട് കൂടിയാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ വിവേകത്തോടു കൂടി തിരഞ്ഞെടുത്ത് നമ്മുടെ പ്രവൃത്തി ബുദ്ധിപൂർവമായി മാറ്റി നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനായി എല്ലാവരും ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.